നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് പറയുന്നത് ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ചാട്ടോ. നമ്മൾ ഓരോ വർഷവും വീഡിയോ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് തൈ നടാൻ പറയും. അങ്ങനെ ഇക്കൊല്ലം പറഞ്ഞ ഡേറ്റ് ആയിരുന്നു ജൂൺ 11. ജൂൺ 11 എന്ന് പറയുന്നതിൻ്റെ കാരണം ജൂൺ 11 തൊട്ടിട്ട് 65-ാം ദിവസം ഫസ്റ്റ് പൂ പൊട്ടിക്കാം എന്നുള്ള ക്രമത്തിൽ, അത്തത്തിന് പൂ പൊട്ടിക്കുന്ന ക്രമത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പല ആൾക്കാരും ചോദിക്കും, മുന്നേ നട്ടാൽ എന്താണ്, ശേഷം നട്ടാൽ എന്താണ്? കുഴപ്പമൊന്നുമില്ല, ജൂൺ ഫസ്റ്റ് വീക്കിൽ നടാം. നമുക്ക് ഒരു മാസം പ്രായമുള്ള തൈയാണ് നമ്മൾ ഈ ജൂൺ 11 നടുന്നത് എങ്കിൽ അത്തത്തിന് അത്യാവശ്യം നല്ലോണം പൂ കിട്ടും. പിന്നെ ഓരോ ദിവസങ്ങളിലും കിട്ടും. അടുത്ത് വരുന്ന ഒരു പ്രശ്നം, ഓഗസ്റ്റ് 16 പൂ പൊട്ടിക്കാൻ തുടങ്ങിയാൽ 10 ദിവസം, ഓണം വരെ പൂ പൊട്ടിച്ചാൽ പിന്നെ തുടർന്ന് അങ്ങോട്ട് ഒരു പൂക്കാലം തന്നെയാണ്. ഓണം കഴിഞ്ഞാലും പൂ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ പൂ പൊട്ടിച്ചിട്ട് നമുക്ക് എവിടെയും വിൽക്കാൻ സാധിക്കില്ല, മാർക്കറ്റുള്ള സ്ഥലത്ത് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ആളുകൾ പറയും, ഇത് നമ്മൾ ഇങ്ങനെ ഒരു കൃത്യം 65 ദിവസം കണക്കാക്കിയിട്ടാൽ ഓണത്തിന് കിട്ടുന്ന പൂക്കളേക്കാൾ കൂടുതൽ ഓണം കഴിഞ്ഞിട്ട്. ശരിയാണ്, ഓണം കഴിഞ്ഞിട്ട് പൂ ഉണ്ടാവും. ഇനി അത് കരുതിയിട്ട് നമ്മൾ വളരെ നേരത്തെ ചെടി നട്ടാലോ? അപ്പോൾ എന്താ സംഭവിക്കുക? ഓണത്തിനേക്കാൾ വളരെ മുന്നേ, കഴിഞ്ഞ കൊല്ലം പാലക്കാട് ജില്ലയിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഓണം ആവുമ്പോഴേക്കും ഒട്ടുമിക്ക പൂക്കളും, വലിയ പൂക്കളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു എന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു? കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് പ്രകാരം 25 ദിവസം മുന്നേ നട്ടു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നമ്മളാകെ ഈ 10 ദിവസത്തെ കണക്കാക്കിയിട്ടാണെന്ന് അറിയാം. ഈ 10 ദിവസമേ നിങ്ങൾക്ക് നല്ല കച്ചവടം കിട്ടുള്ളൂ. ആ 10 ദിവസത്തെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ നട്ട് കഴിഞ്ഞാൽ 2 പ്രൂണിങ് കൃത്യമായി കട്ട് ചെയ്യുക. പൂവുണ്ടാവുന്നത് നമുക്ക് ഓണത്തിൻ്റെ അത്തത്തിനോടനുബന്ധിച്ചൊരു 5, 6 അല്ലെങ്കിൽ 8 ദിവസം മുന്നേ പൂവുണ്ടായാലും കുറച്ചൊക്കെ അങ്ങനെ നിൽക്കും, ബാക്കി തൂങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വളപ്രയോഗത്തിലൂടെയൊക്കെ സാധിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തുടക്കം കൂടുതൽ പൂവ് ഓണത്തിൻ്റെ മുന്നേ വേണം എന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓണത്തിന് പൂക്കൾ കൂടുതൽ വേണം എന്നുള്ള ആളുകൾ കുറച്ച് നേരത്തെ നടാം. നേരത്തെ നട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നത്, ഓണത്തിൻ്റെ മുന്നേ കുറേ പൂവുണ്ടാവും. അത് നമ്മൾ പൊട്ടിച്ചു കൊടുത്താലും നമുക്ക് ആകെ 10 ദിവസത്തെ മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നട്ടാലും നിങ്ങൾക്ക് ഓണത്തിൻ്റെ സമയത്തേക്ക് പൂ കിട്ടുന്ന തരത്തിൽ വളപ്രയോഗം കൃത്യമായി നൽകിയാൽ നല്ലോണം പൂ കിട്ടും. അപ്പോൾ ചെടി നടണം എന്നുള്ള ആളുകൾ, ഒരു മാസത്തെ മൂപ്പുള്ള ചെടികൾ നടണം എന്നുള്ള ആളുകൾ ഈ ജൂൺ 11 എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ ഡേറ്റ് ഞാൻ പറഞ്ഞു 65 ദിവസത്തെ കണക്കാണ്. അതിൻ്റെ കുറച്ച് മുന്നേ ഒരു 10 ദിവസം, ഇപ്പോൾ ജൂൺ 1-ാം തീയതിയൊക്കെ നട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജൂൺ 5-ാം തീയതിൻ്റെ ഉള്ളിൽ നട്ടാലും ഓണത്തിൻ്റെ മുന്നേ ഒരു 4 ദിവസമൊക്കെ ആകുമ്പോൾ പൂടാം. പക്ഷേ ഇതിലെല്ലാം എത്ര കൃത്യം ഡേറ്റിന് നട്ടിട്ടും പൂ ഉണ്ടാവാത്ത ആളുകളുണ്ട്. അതിൻ്റെ ഒരു കാരണം എല്ലാവരും ശ്രദ്ധിക്കുക. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾ എന്നോട് ഒരു കമൻറ്റ് പറഞ്ഞ, ഡെയിലി കൊണ്ടുപോയി നിങ്ങൾ വളടാൻ പറയും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ തൈ നട്ടു, 10 ദിവസം കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് 2 ദിവസത്തേക്ക് വളമൊന്നും കൊടുക്കാതെ പിന്നെ ഞാൻ നൈട്രജൻ വളങ്ങൾ നല്ലോണം കൊടുക്കാൻ പറയും. അത് ചാണകപ്പൊടി ആവാം, മണ്ണിര കമ്പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ യൂറിയ ആവാം, DAP ആവാം, ഇതൊക്കെ. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഒരു സ്പൂൺ DAP ഇട്ട് കൊടുത്തു. DAP ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞ് കനത്ത മഴ വന്നു, അത് മുഴുവൻ ഒലിച്ചു പോയി. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും ഇടണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക അറിയോ? നമ്മൾ ഒരു പിടി DAP ഒരു ചെടിക്ക് പല ഘട്ടങ്ങളിലായിട്ട് ഇടണമെങ്കിൽ അത് ഞാൻ പല ദിവസങ്ങളിലും കുറച്ചിടാൻ പറയും. ലേശം ഇടുക, മഴ പെയ്തു ഒലിച്ചു പോയിക്കോട്ടെ, പിറ്റേ ദിവസം വളരെ കുറച്ച് DAP ഇട്ട് കൊടുക്കുക. അന്നും ഒലിച്ചു പോയി കരുതുക, 3-ാം ദിവസം വേണമെങ്കിൽ ലേശം കുറച്ച് DAP ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് ഫോളിയർ സ്പ്രേ ആയിട്ടും കടക്കിൽ ചുവട്ടിലും നിങ്ങൾ വളം കൊടുത്താൽ നിങ്ങൾക്ക് നല്ലോണം പൂ കിട്ടും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലമൊക്കെ വളരെ കൂടുതൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ ചെയ്തിട്ട് അവർ വിളിക്കും. പക്ഷേ നിങ്ങളൊരു തയ്യാറെടുപ്പ് വേണം കേട്ടോ. ജൂൺ ഇപ്പോൾ ഈ സമയം, ഇന്ന് മുതൽ ഇനി ജൂൺ 1-ാം തീയതി വരെയുള്ള സമയം നിങ്ങൾ പറമ്പൊക്കെ വൃത്തിയാക്കുക. ഇതിലേ ഒരു ടീം എന്നോട് വിളിച്ച് പറഞ്ഞു, അവർക്ക് ഭയങ്കര നഷ്ടമായി ഈ പൂക്കൃഷി എന്ന് പറഞ്ഞു. ഒരാൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെയിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വളരെ നഷ്ടത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ പറയണമെന്ന് വെച്ചിട്ട് ഒരു തവണ എന്നോട് കമൻ്റാണോ ഫോണാണോ എന്നൊക്കെ അറിയില്ല, അങ്ങനെ പറഞ്ഞു. ഒരു കാര്യം എന്താ അറിയോ? ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പൂക്കൃഷിയിലൂടെ ലാഭങ്ങൾ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതാദ്യം ട്രാക്ടർ ഇട്ട് പൂട്ടി അടിച്ചിതാക്കും. അത് കഴിഞ്ഞ് JCBയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുബോട്ട മെഷീൻ എന്തെങ്കിലും സാധനം എടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചിട്ട് പിന്നെ അത് കോരി വരമ്പുണ്ടാക്കും. അല്ലെങ്കിൽ അത് മാനുവലായിട്ടാണ് ചില ആൾക്കാർ ചെയ്യും. ഈ മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ എത്ര കൂലി ചിലവാകും? അപ്പോൾ ഇത് നമുക്ക് ഈ കൂലി ചിലവാക്കിയിട്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ തൈ നടുന്ന ഘട്ടം വരുമ്പോഴേക്കും ഒരു 10,000, 30,000, 40,000 ചിലവാക്കിന്ന് വരിക. പിന്നെ പൂക്കൃഷിയിലൂടെ ലാഭമില്ല. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ട്രാക്ടർ അടിച്ചിട്ട് പൂട്ടിയിട്ട് ഒരു വരമ്പാണെങ്കിൽ ചെയ്യാനുള്ള ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരും കൂടി തന്നെ വരമ്പുണ്ടാക്കിയിട്ടോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പറമ്പാണെങ്കിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് തൈ വെച്ചിട്ട് മണ്ണ് കൂട്ടിയിട്ടിട്ടൊക്കെ ചെയ്യണം. പിന്നെ കൂടുതൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ചെടി അകലത്തിൽ നട്ടു, അതിന് കൃത്യമായ രീതിയിൽ വളം കൊടുത്തു. കുറച്ച് ഈ ആകെ കൊടുക്കുന്ന വളം തന്നെ പല പല സമയത്തായിട്ട് കൊടുക്കാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കുറേ വളമിടാനൊന്നും പറയുന്നില്ല. പിന്നെ ഇത് അപ്പോൾ ആദ്യം സ്ഥലമൊക്കെ റെഡിയാക്കുക, വൃത്തിയാക്കുക, എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിൽ ചെയ്തിട്ട് കിട്ടുമ്പോൾ ലാഭമാവും. അല്ലാതെ എല്ലാം പണിക്ക് 1000 രൂപ കൂലി കൊടുത്തിട്ട് ഒരു പണിക്കാരനെ വിളിച്ചിട്ട് 4 ദിവസം പറമ്പ് ചെത്താൻ പറഞ്ഞ് കളയൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞ് വരമ്പുണ്ടാക്കാൻ വീണ്ടും ഒരു 4 ദിവസം, അപ്പോൾ അങ്ങനെ ഒരു 8,000-10,000 റുപ്യ അങ്ങനെ പോയി. പിന്നെ വളം വേറെ, അങ്ങനെ ഓരോന്ന്. ഇതിനൊന്നും ചിലവാക്കരുത്. നിങ്ങളിത് കൃത്യമായ രീതി, നിങ്ങൾക്ക് സംശയമുള്ള ആളുകളെ നിങ്ങളെ സ്ഥലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ചെയ്യുക. പിന്നെ ഈ അഴുകുന്ന വളങ്ങൾ, ജൈവവളങ്ങളൊന്നും അമിതമായിട്ട് കൊണ്ട് കൊടുക്കാതിരിക്കുക, ഫംഗസ് വരാതിരിക്കാനുള്ള വഴി നോക്കുക. പിന്നെ പ്രൂൺ ചെയ്യുമ്പോൾ മഴ ഇല്ലാത്ത സമയത്ത് നോക്കുക. ഞാൻ പറഞ്ഞു നട്ടുച്ച നേരത്ത് പ്രൂൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്നും തേക്കേണ്ട, സൂര്യപ്രകാശത്തിൽ തന്നെ ആ മുറിവായി ഉണങ്ങിക്കോളും. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഈ നട്ടുച്ചയ്ക്ക് ഞങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, നട്ടുച്ചയ്ക്കൊന്നും ഞങ്ങൾക്ക് മുറിക്കാൻ പറ്റില്ല. വേറെ വഴി നമുക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് മുറിച്ചോളൂ, ഫംഗൽ ഇൻഫെക്ഷൻ്റെ മരുന്ന് തേച്ചോളൂ. ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ മരുന്നൊന്നും അനാവശ്യമായിട്ട് ഇതിലേക്ക് പ്രയോഗിക്കേണ്ട, ആവശ്യമാണെങ്കിൽ മാത്രം. അതായത് കൃത്യമായ പരിചരണത്തിലും വളരെ കുറച്ച് വളങ്ങൾ, രാസവളമായാലും ജൈവവളമായാലും പ്രയോഗിച്ചിട്ട് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. അപ്പം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വളമിട്ട് കൊടുക്കണം, 5 ദിവസം കൂടുമ്പോൾ 10 ദിവസം കൂടുമ്പോൾ പറഞ്ഞാൽ വളരെ സ്മോൾ പെർസെൻറ്റേജ് ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്യാനാണ് പറയുന്നത്. കേൾക്കുന്ന ആളുകൾ ഡെയിലി വളം കൊടുക്കുന്നതായിട്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ഇടുന്നതിൻ്റെ 1/4 ഭാഗം വളത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കൊടുക്കണം. ഇപ്പോൾ വേറൊന്ന്, ഈ ഫോളിയർ സ്പ്രേ വളങ്ങൾ കൊടുക്കുക. ഞാൻ പറഞ്ഞു രാവിലെ സമയത്ത് എല്ലാ ചെടികൾക്കും 30-10-10 സ്പ്രേ ചെയ്യണം. ഒരു 5 ദിവസത്തെ ഇടവേളകളിൽ വളരെ ഒരു സ്പൂൺ എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒരു തവണ അടിച്ചു, ബാക്കി എടുത്ത് വെച്ചാൽ പിറ്റേ ദിവസം എപ്പോഴെങ്കിലും അടിക്കാം. ഇങ്ങനെ വളരെ കുറഞ്ഞ പെർസെൻറ്റേജേ നമ്മൾ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് രാവിലെ അടിക്കാൻ പറയുന്ന ഒരാൾ വൈകുന്നേരം, ഞാൻ 6 മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്നിട്ടേ അടിക്കുള്ളൂ പറഞ്ഞാൽ വൈകുന്നേരം ഈ ചെടി ഇതിന് എത്ര വേഗത്തിൽ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത വളരെ. കാരണം സൂര്യപ്രകാശം ആഹാരം സ്വീകരിച്ചു, വെള്ളമൊക്കെ കുടിച്ച്, മഴയൊക്കെ ഉള്ള സമയത്ത് വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്ന ചെടിക്ക് പിന്നെയും ഫോളിയർ സ്പ്രേ കൊടുത്താൽ ചെടി എടുക്കില്ല. ചെടി എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള സമയത്ത് പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നതോടൊപ്പം തന്നെ ഇത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് എടുക്കും. ഇതൊക്കെ ശരിക്കും ഒന്ന് അറിഞ്ഞ് ചെയ്ത് നോക്കൂ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് നമ്മളെ തൃശ്ശൂർ കളക്ടറേറ്റിനോട് അനുബന്ധിച്ച് അവിടെ പിന്നെ വാട്ടർ അതോറിറ്റിയോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ അവർ നമ്മൾ ഉദ്ഘാടനത്തിന് വിളിച്ചായിരുന്നു. ഉദ്ഘാടനത്തിന് പോയില്ല, പിറ്റേ ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി. എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അറിയും. നല്ല ഒതുക്കത്തിൽ തൈ നട്ടിട്ട് ഒരു പറമ്പിൽ വൃത്തിയാക്കി ചെറിയ വരമ്പുണ്ടാക്കി അതിൽ തൈ നട്ടു. ഇത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ തൈ നടലുമായി ബന്ധപ്പെട്ടോ വളപ്രയോഗവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് കരുതി വയ്ക്കുക. പിന്നെ അതേപോലെ ലൈനായിട്ട് ഇടാൻ നോക്കുക. തൈ നടുന്നത് ലൈനായിട്ട് ഇടാൻ നോക്കുക. നമ്മൾ കൊറോണ സമയത്ത് ബ്രേക്ക് ദ ചെയിൻ പഠിച്ചിട്ടില്ലേ? ഒരു ലൈനിൽ എവിടെയെങ്കിലും വാട്ടർ രോഗം കാണുമെങ്കിൽ ആ ലൈനിൻ്റെ ചെയിനിൻ്റെ കട്ട് ചെയ്യുക. അവിടെ കുമ്മായോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് അണുനശീകരണം നടത്തുക, സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അല്ലാതെ തോന്നിയ പോലെ തൈ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കുറേ തൈ പല പല സ്ഥലത്തും ഇങ്ങനെ നട്ടു കൊടുത്തിട്ട് അതിന് ഒരസുഖം വന്നാൽ മൊത്തം സ്പ്രെഡ് ചെയ്യും. അതിനാണ് നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നത്. ലൈനായിട്ട് ചെയ്യുക. അസുഖം കണ്ട ആ ഭാഗം ലൈൻ കട്ട് ചെയ്യുക. ആ അസുഖത്തിനുള്ള മരുന്ന് അപ്പം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അനാവശ്യമായ കീടനാശിനികളും മരുന്നുകളും ഒന്നും പ്രയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഞങ്ങളെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാണുന്നതിനും അതുപോലെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങളുടെ സഹായം ആവശ്യമാണ്. താങ്ക്